ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണം. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ പെരുന്നാൾ വീഡിയോ ആണ്. കുറച്ച് വൈകിപ്പോയി, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നോമ്പൊക്കെ കഴിഞ്ഞു ചെറിയൊരു വിഷമമൊക്കെ തോന്നിയില്ല. അതൊക്കെ അങ്ങോട്ട് പോയപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ആരോ അങ്ങോട്ട് പടി ഇറങ്ങി പോയൊരു ഫീലൊക്കെയാണ് തോന്നുന്നത്. എന്തോ എനിക്കെപ്പോഴും അങ്ങനെ റമദാൻ കഴിയുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെയാണ് കേട്ടോ. ചെറുതല്ല, വലിയൊരു സങ്കടം തന്നെ. എന്തൊക്കെയോ ഒരു മിസ്സിങ് ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും എങ്ങനെയാണാവോ അറിയില്ല. ഞാനിപ്രാവശ്യം 30 നോമ്പ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം പെരുന്നാളെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെയായിരുന്നു കേട്ടോ. ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു നോമ്പും കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നല്ലോ. ഒരിക്കലും വിചാരിച്ചിട്ടില്ല അന്ന് മാസം കാണുന്നൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ഇതിപ്പോൾ മാസം കണ്ടു പെരുന്നാളാന്ന് പറഞ്ഞപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്നറിയോ, റിയമോക്ക് നാളെ ഇടാനുള്ള മുടിമേലിടുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിന് കുറേ സമയം പോകും. കാരണം ഞാൻ എടുത്ത് കൊടുക്കുന്നത് ഓൾക്ക് പറ്റില്ല, ഓൾ എടുക്കുന്നത് എനിക്കും പറ്റില്ല. ഡ്രസ്സിനൊക്കെ മാച്ചായതും അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ എടുത്ത് വെക്കണമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സ് ഒരിക്കലും ഇവരെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരിക്കലാണ് രാവിലെ കുറച്ച് സമയം പോണ പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് രാത്രി സെറ്റാക്കി വെച്ചാൽ പിന്നെ രാവിലെ അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലേക്കാണ് പോയത്. ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമായിരുന്നു. പിന്നെ ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ച് ഫ്രൈ ചെയ്യാനുള്ളത്. കാരണം എനിക്ക് ഇറച്ചി കഴുകൽ കുറച്ചധികം സമയമാണ് കേട്ടോ. എന്തോ കുറേ സമയത്തിട്ട് ഞാനത് കഴുകുക. അപ്പോൾ അത് രാത്രി ചെയ്ത് വെച്ചാൽ അത്രയും സമയം ലാഭമാണല്ലോ. അപ്പോൾ വേഗം ഫ്രിഡ്ജിൽ നിന്ന് അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ചിക്കന് ബീഫ് അങ്ങനെയുള്ളതൊക്കെ സെറ്റാക്കിയിരുന്നു. കാരണം എങ്ങാനും മാസം കാണുകയാണെങ്കിൽ രാവിലെ പോയിട്ട് കിട്ടുന്ന സംഭവമൊന്നുമല്ലല്ലോ അതെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ തലേദിവസം വാങ്ങി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെച്ച് മക്കൾക്ക് കുറച്ച് നേരം തെക്കുവീറൊക്കെ ചൊല്ലിക്കെടുത്തിട്ട് അങ്ങനെ പിന്നെ പോയി കിടന്നുറങ്ങിയിട്ടാ. കുറച്ച് വൈകിട്ട് തന്നെയാണ് ഉറങ്ങിയിരിക്കുന്നത്. എന്നാലും രാവിലെ നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. പെരുന്നാൾ അങ്ങനെയാണല്ലോ അല്ലേ. തലേ ദിവസം എത്ര വൈകി ഉറങ്ങിയാലും രാവിലെ നേരത്തെ എണീക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഇവിടെ എപ്പോഴും പെരുന്നാളിന് രാവിലെ പഴംപൊരി തന്നെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പുട്ട് ബീഫ്, ഈ രണ്ട് സംഭവത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. വേറൊന്നും രാവിലെ ഉണ്ടാക്കലില്ല. അത് പണ്ടേ അങ്ങനെയാണ്. കല്യാണത്തിൻ്റെ മുന്നേ എൻ്റെ വീട്ടിലും ഇത് തന്നെയായിരുന്നു കേട്ടോ. പഴംപൊരി തന്നെയാണ് കൂടുതലും പെരുന്നാളിന് ഉണ്ടാക്കുക. അതെന്താണെന്ന് അറിയില്ല. എല്ലാവരും പല ഇതും സംഭവങ്ങളൊക്കെ രാവിലെ പത്തിരിയും ചിക്കനൊക്കെ ഉണ്ടാക്കണമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുക. കാരണം ഒരു മാസം ഫുള്ള് നമ്മൾ അങ്ങനത്തെ സംഭവങ്ങൾ തന്നെയല്ലേ കഴിക്കണത്. പിന്നെ പൊരിക്കടി പഴംപൊരി ഒന്നും നമ്മൾ നോമ്പിന് അങ്ങനെ ഉണ്ടാക്കില്ലല്ലോ. അതുകൊണ്ടാണോ എന്നറിയില്ല. രാവിലെ മിക്കവാറും ഞാനൊരു 5:15 ഒരു ടൈമിൽ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കൾ എണീറ്റ് വന്നപ്പോഴേക്കും എല്ലാതും വേഗം തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പഴംപൊരി ഉണ്ടാക്കി, അതേപോലെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ തലേദിവസം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല തേച്ച ചിക്കനൊക്കെ പുറത്തെടുത്ത് വെച്ച് അങ്ങനെ കുറച്ച് പണികളൊക്കെ വേഗം അങ്ങോട്ട് ചെയ്തു വിട്ടാൽ. അങ്ങനെ അത് മക്കളൊക്കെ എണീറ്റ് വന്ന് മോനൊക്കെ കുളിച്ച് മാറ്റി എല്ലാവരും കൂടെ ഒരുമിച്ച് ചായയൊക്കെ കുടിച്ച് മോന് പള്ളിക്ക് പോയിട്ടാ. മോനുവിന് ലൈസൻസൊന്നുമില്ല, 10ാം ക്ലാസ്സിലായിട്ടുള്ളൂ. സ്കൂട്ടി ഒട്ടും കൊടുക്കാനൊന്നും പാടില്ല. ഞാൻ കൊടുക്കലുമില്ല കേട്ടോ. ഇതിപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. 5 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ വണ്ടിയിട്ട് പോവുകയാണെങ്കിൽ. പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പിട്ടിട്ട് പെരുന്നാളൊക്കെ അല്ലേ വെറുതെ അലമ്പാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റണ കാര്യമൊന്നുമല്ല. പിന്നെ ഇവൻ്റെ പ്രായത്തിലുള്ള മക്കൾ ഇപ്പോൾ മെയിൻ റോഡിൽ വരെ സ്കൂട്ടിയായിട്ട് പോകുന്നത് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു പേടിയാണ്. നമ്മളങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ. ഇവിടെ നിന്നിപ്പോൾ ഉൾഭാഗത്താണ്, മെയിൻ റോട്ടിലേക്കൊന്നും പോകില്ല കേട്ടോ. മോനോ തൊട്ടടുത്ത് എന്ന് പറയണ പോലെ തന്നെയാണ് പള്ളി. കുറച്ച് പോകാനുണ്ട്. നടക്കുകയാണെങ്കിൽ കുറച്ചുണ്ട്, എന്നാൽ വണ്ടിയിലാണെങ്കിൽ അത്ര ഇല്ല. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അവനൊക്കെ പോയി വീണ്ടും ഇതാ കിച്ചണിലേക്ക് തന്നെ വന്നു. പിന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ ഫ്രൈ ചെയ്തു. അതേപോലെ ബീഫും കൂടി അടുപ്പത്തിട്ടിട്ടുണ്ട്. അത് വിറകടുപ്പത്ത് മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ബീഫാണ് എല്ലാവർക്കും താല്പര്യം. ഈ കുക്കറിൽ ഉണ്ടാക്കുന്ന ബീഫ് ഒരു ടേസ്റ്റ് കുറവ് പോലെ തോന്നലുണ്ട്. അപ്പോൾ വേഗം അതങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ഇക്കാൻ്റെ ഉമ്മയൊക്കെ ഇവിടെയാണ് കേട്ടോ പെരുന്നാളിന്. അവിടെ തറവാട്ടിലെ ഇളച്ചിയും കുട്ടികളൊന്നും നാട്ടിലിപ്പോൾ ഇല്ല. പിന്നെ അവർ രണ്ടാളും മാത്രം എന്ത് പെരുന്നാളാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ കൂടുകയാണ് കേട്ടോ. ഒന്നുകിൽ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ, അല്ലെങ്കിൽ പിന്നെ തറവാട്ടിലേക്ക് ഞാനും കുട്ടികളും അങ്ങോട്ട് പോകും. അവിടെ ആയിരിക്കും പെരുന്നാൾ. അങ്ങനെ ആണ് ചെയ്യൽ കേട്ടോ. അങ്ങനെ ബിരിയാണിൻ്റെ മസാല റെഡിയായി, ചിക്കൻ ഫ്രൈ ചെയ്തു, ബീഫ് അവിടെ ആവുന്നുണ്ട്. അങ്ങനെ കിച്ചണിലത്തെ പണികൾ ഏകദേശം സെറ്റായി വന്നപ്പോൾ ഞാനിതാ റിയമോളൊന്ന് കുളിപ്പിച്ച് ഒരുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മായിൻ്റെ വീട്ടിലത്തെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ അയൽവാസികളെന്ന് പറഞ്ഞത് കുടുംബക്കാർ തന്നെയാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എളാപ്പാൻ്റെ വീട്, അമ്മായിൻ്റെ വീട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒരുങ്ങി വന്നപ്പോൾ അവർ മൈലാഞ്ചിയൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തത്. ഈ ഒരു സമയത്ത് മോനെ ഞാനൊന്ന് കുളിപ്പിച്ച് സെറ്റാക്കി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റിയമോൾ ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഇയാൾ ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇവൻ ഉറങ്ങി നീക്കുമ്പോഴേക്കും കുളിച്ച് വരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ കുട്ടീനെ അവരെ ഏൽപ്പിച്ചിങ്ങോട്ട് ഞാനൊന്ന് കുളിക്കാൻ പോകും. പിന്നെ എക്കാൻ്റെ ഉമ്മ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സമാധാനമാണ് കേട്ടോ കുട്ടീനെ നോക്കാനൊക്കെ. പിന്നെ കിച്ചണിലത്തെയും ചെറിയ കാര്യങ്ങളൊക്കെ എക്കാൻ്റെ ഉമ്മ ചെയ്യും. അപ്പോൾ പിന്നെ ആശ്വാസത്തിൽ പോയിട്ട് കുളിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ.
ഞാനിങ്ങനെ പെർഫ്യൂംസ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളല്ല കേട്ടോ. എനിക്ക് ചില സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര തലവേദനയൊക്കെ തോന്നും. പക്ഷേങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഈ രണ്ട് സംഭവം ഇല്ലാതെ ഒരു ഒരുങ്ങലും മാറ്റലും എനിക്കില്ല എന്ന് തന്നെ പറയാം കേട്ടോ. മറിയം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെർഫ്യൂമും ബോഡി ലോഷനും എന്താ പറയുക, നല്ലൊരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റായിട്ടുള്ള സ്മെല്ല്. ഇന്നെപ്പോലെ എന്തെങ്കിലും സ്മെല്ലൊക്കെ അടിക്കുമ്പോഴേക്കും തലവേദന വരുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ല് തീരെ പറ്റാത്തവർക്കൊക്കെ പറ്റണ ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ കൂടുതലും ഇങ്ങനത്തെ തന്നെയാണ് കൊണ്ടുവരട്ടെ. അപ്പോൾ ഒരു 1.5 വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല സ്മെല്ലെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ്, അതേപോലെ നമുക്ക് തിന്നാൻ തോന്നുന്ന ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ തോന്നിട്ടോ എനിക്ക് ഇതിൻ്റേത്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുക. പിന്നെ ഇതാ ചുരിദാർ ഇതാണ് കേട്ടോ. ഇതൊന്ന് നിർത്തി കാണിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടില്ല, ഒരു കുഞ്ഞിക്കൈ വരുന്നത് അവൻ്റെ ഇടയിലൊന്നും നടക്കൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ചുരിദാർ കാണിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ എൻ്റെ ഉമ്മ ആണെങ്കിൽ പോയി കുളിച്ചോട് എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി ധൃതി തൊട്ടാണ്. ഉമ്മ ലേറ്റായിട്ട് ഒരുങ്ങിയാലും നമ്മളൊക്കെ നേരത്തെ ഒരുങ്ങിയിട്ട് ആൾക്ക് കാണാം. ഈ ചുരിദാർ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കളറല്ല കേട്ടോ ശരിക്കും കാണുമ്പോൾ. വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഡള്ളായിട്ട് തോന്നുന്നു. കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ. എന്താ പറയുക, സൈഡ് ഓപ്പൺ ഇല്ലാത്ത സൈസിൽ വരുന്നതാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ പെരുന്നാൾ ഡ്രസ്സോ എപ്പോഴായാലും ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും പോയി മാറ്റിച്ചിട്ടേ ഒതുങ്ങി നിൽക്കലുള്ളൂ, സമാധാനം ഉണ്ടാവലുള്ളൂ. ഒന്നുകിൽ ഇൻ്റെത് അല്ലെങ്കിൽ മക്കളത് ആരുടെങ്കിലും ഒന്ന് മാറ്റിക്കാനുണ്ടാവും. ഇപ്രാവശ്യം പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമിൽ പോയി എടുത്തുകൊണ്ടുവന്നാൽ തന്നെ എല്ലാവർക്കും സെറ്റ് ആയിക്കണം. പിന്നെ മാറ്റിക്കൽ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ റിയമോൾ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ കണ്ട കാഴ്ച അതൊക്കെയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള സംഭവമൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് തലയിൽ വെച്ച് കൊടുക്കണം. ഇതൊക്കെ ഇക്ക വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഹെയർ ആക്സസറീസ് ഒന്നും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കലില്ല. കാരണം ആൾ അത്യാവശ്യം അവിടെ നിന്ന് കൊണ്ടുവരും കേട്ടോ. ഇക്കാക്ക് നമ്മളിതൊക്കെ ഇങ്ങനെ ഇട്ട് ഒരുങ്ങി കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, മാഷാ അല്ലാ. അപ്പോൾ ഇതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തോന്നുന്ന സംഭവങ്ങളാണ്. നാട്ടിലുള്ള കടയിലൊന്നും ഇത്രയും നല്ല ഐറ്റംസുകൾ കാണലൊന്നും ഇല്ല കേട്ടോ. എന്തോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. ആ ബട്ടർഫ്ലൈൻ്റെ അടിയിൽ ചെറിയ ചങ്ങല പോലെ ഇങ്ങനെ ഒരു ചെയിൻ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല നല്ല കളേഴ്സിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇടും, റിയമോക്കും ഇട്ട് കൊടുക്കും. രണ്ട് കുട്ടികൾക്കും നമുക്കും പറ്റുന്ന രീതിയിലുള്ള സംഭവം തന്നെയാണ്. ഇക്ക ഇങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് ഇതേപോലത്തെ ഷോപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പെരുന്നാളൊന്നും ആയാൽ. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം അങ്ങനെ ലാഭം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ കടകളും കയറി ഇറങ്ങി ഇതൊക്കെ തപ്പിപ്പിടിച്ച് എടുക്കാനും കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ അതൊരു സമാധാനം. അങ്ങനെ ഇതിൽ നിന്നൊക്കെ തിരഞ്ഞിട്ട് ഒന്ന് സെറ്റായത് റിയമോക്ക് ഇട്ടൊക്കെ കൊടുത്ത് അവളെ അങ്ങോട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയത്തൊക്കെ എൻ്റെ അടുത്തേക്ക് വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവളെ ഒരുക്കാനും മാറ്റാനും നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ അതുണ്ടാവും പരിപാടി. അപ്പോൾ പിന്നെ ഒരു വിധമൊക്കെ ആക്കിയിട്ട് അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അവൾ അമ്മേൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. മോന് വന്നു. അപ്പം കുട്ടീനെ മോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്ങാണ്ട് ഞാൻ പെരുന്നാൾ നിസ്കാരം കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വേണമല്ലോ. വെറുതെ മാറ്റലും ഒരുങ്ങലും മാത്രമായാൽ പോരല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വീണ്ടും വന്നിക്കണ്. ഇവിടെ കുറച്ചും കൂടി പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ ചിക്കനെ അവിടെ റെഡി ആയിക്കണേ. പിന്നെ പായസം കൂടി ഉണ്ടായിരുന്നു. പായസം ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ഈ നട്ട്സൊക്കെ ഒന്നുകൊണ്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണമല്ലോ. നെയ്യിൽ ഇതിങ്ങനെ മൂപ്പിച്ച് വറുത്ത് ഒഴിച്ചു കൊടുത്താലാണല്ലോ പായസത്തിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ കുളി കഴിഞ്ഞ് വന്നിട്ടും ചെയ്യാലോ എന്ന് വിചാരിച്ചിങ്ങാണ്ട് പോയതായിരുന്നു കേട്ടോ. നമ്മൾ മേലേക്ക് വല്ലാതെ അഴുക്ക് പറ്റാത്ത പണികളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ പണികളൊക്കെയാണ് കുളിക്കണ മുന്നേ ചെയ്തത് കേട്ടോ. അങ്ങനെ അതാ കിച്ചണത്തെ എല്ലാതും സെറ്റായി. അപ്പോഴേക്കും ഇതാ മോനും കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഞാനൊരു പുഡിങ്ങും കൂടി സെറ്റാക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ വിചാരിച്ച മാതിരി ഇങ്ങോട്ട് നടക്കണില്ല. പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ കുറച്ച് ബഹളമൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആൾ കൂടുതൽ അങ്ങനെ ഉറങ്ങിയിട്ടും ഇല്ല കേട്ടോ. വേഗം തന്നെ ഉറക്കമൊക്കെ തീർത്ത് റെഡി ആയിക്കണ്. ഇന്ന് രാവിലെ കുറച്ച് അധികമൊക്കെ ഉറങ്ങണത് ആ കുളി കഴിഞ്ഞാൽ. ഇന്ന് എന്തോ ആൾക്കും പെരുന്നാളല്ലേ, അപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്താ ഇപ്പോൾ ചെയ്യാല്ലേ. അപ്പോൾ റിയമോൾ ഐബ്രോ ഒക്കെ ഒന്ന് എഴുതി മോനൊന്ന് സെറ്റാക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേങ്കിൽ ആളെങ്ങനെ നമ്മൾ വിചാരിച്ചെടുത്ത് കിട്ടുന്ന ടൈപ്പൊന്നും ഇല്ല കേട്ടോ. തീരെ സമ്മതിക്കണമൊന്നുമില്ല. അങ്ങനെ ഇതാ മോനുൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവൻ വന്നപ്പോൾ ഓനക്ക് ഞാൻ പഴംപൊരിയും വെള്ളമൊക്കെ കൊടുക്കുകയാണ്. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നതുകൊണ്ട് തന്നെ 2 ജുമ ഉണ്ടല്ലോ. അപ്പോൾ ഉച്ചക്കത്തെ ജുമായും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. കുറച്ച് ലേറ്റായിട്ട്. കാരണം ഇക്കാൻ്റെ ഉപ്പാക്ക് പള്ളിയിൽ നിന്ന് ആദ്യം ഒന്നും ഇങ്ങോട്ട് വരിക പിന്നെയും പള്ളിക്ക് പോവുക അങ്ങനെ പറ്റൂല. കാലുകൊണ്ട് വയ്യാത്ത ഒരാൾ. അപ്പോൾ 2 ജുമായും കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുമിച്ചല്ലേ ഫുഡ് കഴിക്കുക. അതുകൊണ്ട് 2 ജുമായും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോൻ്റെ ഫ്രണ്ട് ഇവർ പള്ളിയിൽ നിന്ന് വരുന്നേക്കാളും മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ. അപ്പോൾ അവനക്ക് പഴംപൊരി വെള്ളമൊക്കെ കൊടുത്തു. ചായ വേണ്ട ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പയും മോനൊക്കെ പള്ളിയിൽ നിന്ന് വന്നു. നമ്മൾ ഫുഡ് കഴിക്കുക. പിന്നെ നമ്മളിവിടുത്തെ ഒരു ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ.
നമുക്കങ്ങനെയാണ് പെരുന്നാളാവുമ്പോൾ ഹിന്ദു ഫ്രണ്ട്സും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ക്ഷണിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ. അങ്ങനെ പെരുന്നാൾ ചോറൊക്കെ കഴിഞ്ഞു കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഉപ്പതാ തറവാട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഉപ്പാൻ്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഇവിടെ റെയിലുണ്ട്, റെയിൽ കടന്നിട്ട് അപ്പുറത്തേക്കാണ് തറവാട്ടൊക്കെ പോവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഉപ്പാനെ ഒന്ന് അങ്ങോട്ട് റെയിൽ കടത്തി കൊടുക്കുകയും ചെയ്യാം, നമുക്കൊരു രസം. അങ്ങനെ കുട്ടികളായിട്ട് പോകുന്നതാട്ടാ. രാത്രിയിൽ മക്കൾക്ക് അൽഫാമൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ഉച്ചക്കത്തെ ബാക്കി ഫുഡ് ഇല്ലേന്ന് വിചാരിക്കുന്നുണ്ടാവും. ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് നമ്മളെ വീട്ടിലേക്ക് ചോറുന്നാൻ വന്ന ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പേരക്കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ മക്കളിങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓർഡർ ചെയ്തതാട്ടോ. പെരുന്നാളിൻ്റെ അന്ന് കുറച്ച് ഹെവി ഫുഡ് പകലും രാത്രിയൊക്കെ കാണുന്നതൊരു സന്തോഷമല്ലേ. കഴിക്കാൻ വല്ലാതൊന്നും പറ്റൂല, കാരണം അത്രയും ദിവസം നോമ്പായിട്ട് പെട്ടെന്ന് കഴിക്കുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പോകുമൊന്നുമില്ല. എന്നാലും ഫുഡ് കാണുന്നത് ഒരു രസം. പിന്നെ മോനൊക്കെ ഫുള്ള് നോമ്പെടുത്ത ആളാണ്. അപ്പോൾ അവരൊക്കെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ കാണാം.